കാഴ്ചക്കുറവുള്ളവർക്ക് കണ്ണട വെക്കുക എന്നല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ലേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരവധി കാരണങ്ങൾ കൊണ്ട് കാഴ്ചക്കുറവ് ഉണ്ടാവാം. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ ആണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതായത് ഈ ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം. ഈ എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണട യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കണ്ണട യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ വേറെ എന്താ ഓപ്ഷൻ? ആ ഓപ്ഷൻസ് ആണ് ഓരോന്നോരോന്നും ഇനി നമ്മൾ നോക്കാൻ പോകുന്നു. ഫസ്റ്റ് വൺ, കോണ്ടാക്ട് ലെൻസുകൾ യൂസ് ചെയ്യുക. ഭൂരിഭാഗം ആളുകളും ഈ കോണ്ടാക്ട് ലെൻസിന് എന്തോ വലിയൊരു സംഭവമായിട്ടാണ് കരുതി കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. വൺസ് നിങ്ങൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീട് സ്പെക്ടക്കിൾ വെക്കുമ്പോൾ, അതായത് കണ്ണട വെക്കുമ്പോൾ, ഈ കോണ്ടാക്ട് ലെൻസിൽ കിട്ടിയ അത്രയും വിഷ്വൽ ക്വാളിറ്റി കണ്ണടയിൽ കിട്ടാത്തതുപോലെ ഫീൽ ചെയ്യും. കോണ്ടാക്ട് ലെൻസിനെ കുറേ പേരൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഇതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്. ഇതിൻ്റെ ഇൻസേഷൻ, ഇതിൻ്റെ റിമൂവൽ, ക്ലീനിങ്. ഇത് നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് ആദ്യം ഫോൺ കിട്ടിയ വളരെ നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലല്ലോ. ഒരു 1 വീക്കൊക്കെ എടുക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചു വരാൻ. അതേ സെയിം കാര്യമാണ് ഒരു കോണ്ടാക്ട് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റത്തെ ഒരു വീക്ക് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ആഫ്റ്റർ 1 വീക്ക് നിങ്ങൾ അതിലൊരു എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും. ചില കോണ്ടാക്ട് ലെൻസ് വെയർ ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ക്ലിനിക്കിൽ വരുമ്പോൾ ഇവരിത് റിമൂവ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ സ്പീഡ് കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ട് പോയിട്ടുണ്ട്. അതും ചെറിയ പിള്ളേരൊക്കെ. ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ണടയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ജസ്റ്റ് കോണ്ടാക്ട് ലെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പോലെ. ഇനി കളേർഡ് ആയിട്ടുള്ള കോണ്ടാക്ട് ലെൻസ് വേണമെങ്കിൽ പവറോട് കൂടിയ കളേർഡ് ലെൻസുകളും കിട്ടും. പിന്നെ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് ഈ ഡെയിലി റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ കണ്ടിന്യൂസ് വെയർ ഉണ്ട്. അതായത് 1 വീക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, 2 വീക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, 1 മന്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. കണ്ണട വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തി വെടുപ്പൊക്കെ കോണ്ടാക്ട് ലെൻസിന് കുറച്ച് കൂടുതൽ വേണം. കാരണം ഇത് കോർണിയയുടെ മുകളിൽ ഇരിക്കുന്നതായതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എല്ലാവർക്കും കോണ്ടാക്ട് ലെൻസ് വെയർ ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അലർജിക് ആയിട്ടുള്ള ആളുകൾ, എപ്പോഴും കണ്ണ് തിരുമുന്ന ആളുകൾ, കണ്ണിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, അതായത് പൊടിയിൽ കോണ്ടാക്ട് ലെൻസ് വെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ കണ്ണട തന്നെ വെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് കോണ്ടാക്ട് ലെൻസും വെയർ ചെയ്യാൻ താല്പര്യമില്ല, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസിക് എന്ന് പറഞ്ഞ ഒരു ലേസർ പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് റീലിൽ എങ്ങനെയാണ് ലാസിക്, എന്താണ് ലാസിക്, ആർക്കൊക്കെ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ.